പിന്നെ ഇവിടെ ഒരു മധുരക്കിഴങ്ങാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി, ഇടത്തരം വലിപ്പമുള്ളൊരു തക്കാളി, 2 പച്ചമുളക്. അപ്പോൾ ഈ കിഴങ്ങ് നമുക്കൊരു ചട്ടിയിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം ഇതും കൂടെ അതിൻ്റെ കൂടെ ഇടാം. നേരത്തെ വെള്ളം ഒഴിക്കാം. വെള്ളം കുറയാൻ പാടില്ല. അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് മധുരമുള്ളതായതുകൊണ്ട് ഉപ്പ് കുറച്ചാണ് ഇടുന്നത്. കുറച്ചെന്നല്ല, വളരെ കുറച്ചെന്നല്ല, സാധാരണ ഇടേണ്ട അത്രയും ഉപ്പിടണ്ട. ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോഴങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്ന അരപ്പ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി എന്ന് പറഞ്ഞാൽ അവിയൽ പോലെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ചേമ്പൊക്കെ കൂട്ടാൻ വയ്ക്കുന്ന കണക്ക് ഇത് മധുര കിഴങ്ങ് നമുക്ക് വെച്ചെടുക്കാം. എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. ചോറ് തിന്നാൻ എല്ലാവരും ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് മധുരക്കിഴങ്ങ്. ഇതിന് ഈ വെള്ളം പറ്റി വരും. അപ്പോൾ നമുക്ക് ഇതിനൊരു കടുക് താളിക്കണം. അതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് പഴുത്തത്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കടുക് താളിക്കാം. അവിടെ എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി അങ്ങോട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതിലൊന്ന് ഇളക്കി നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയൊരു മധുരക്കിഴങ്ങ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചേമ്പൊക്കെ കറി വയ്ക്കുന്ന കണക്ക് വെച്ചെടുക്കാം. വലിയ മധുരമൊന്നുമില്ല, ആവശ്യത്തിനുള്ള കഴിക്കാൻ പറ്റുന്ന മധുരമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കാലം മത്തങ്ങയൊക്കെ നല്ല വിളഞ്ഞ് മത്തങ്ങയൊക്കെ കറി വയ്ക്കുന്ന ഇതേ ഉള്ള മധുരക്കിഴങ്ങിൻ്റെ ആ ഫ്ലേവർ അടിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.